കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും പല സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ ബലഹീനതകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്തു തീർക്കുവാൻ കഴിയാതെ പോയതായ പല ദൗത്യങ്ങൾ, നമ്മുടെ ബലഹീനത കൊണ്ട് നാം ആഗ്രഹിച്ചിട്ടും ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ പല പ്ലാനുകളും പദ്ധതികളും നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയാത്തതിനെക്കുറിച്ചൊക്കെയും നമുക്കൊരു കുറ്റബോധം ഒരുപക്ഷെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനെ ദൈവസന്നിധിയിൽ തിരിച്ചറിയുവാനായിട്ട്, കണ്ടെത്തുവാനായിട്ട് നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പൗലോസിന് കർത്താവ് കൊടുത്തതായ കൃപയുടെ വാഗ്ദത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദ സർപ്രൈസസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് എന്നാണ്. ദൈവ കൃപയുടെ വിസ്മയങ്ങൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം അനുഭവിച്ച് അറിയണം എന്ന് ഇവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് തനിക്ക് ലഭിച്ചതായ വാഗ്ദത്തത്തിൽ നിന്നും 3 വിസ്മയങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞുവെന്ന് വേദപുസ്തകത്തിൽ ഉടനീളം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു ഭക്തൻ്റെ അവകാശമാണ് ദൈവ കൃപ അവകാശമാക്കുക, അത് പ്രാപിക്കുക എന്നുള്ളത്. ഒന്നാമതായിട്ട് പൗലോസ് 10-ാം വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത്, അതായത് ഇവിടെ പൗലോസ് പറയുകയാണ്, ഒന്നാമതായിട്ട് ഗോഡ്സ് ഗ്രേസ് ഓഫർ ഹിസ് സ്ട്രെങ്ത് ഇൻ വീക്ക്നെസ്. അതായത് ബലഹീനതയിൽ ദൈവം തൻ്റെ കൃപ ശക്തിയായിട്ട് നമ്മിലേക്ക് പകരുകയാണ്. നമുക്കറിയാം, ലോകപ്രകാരം ബലഹീനനായിരുന്ന ദാവീദ്, അതേസമയം തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഗോലിയാത്ത് ലോകപ്രകാരം ബലവാനും ശക്തനുമായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ബലഹീനനായ ദാവീദ് ഈ ദൈവകൃപ അനുഭവിച്ച് ഗോലിയാത്തിനെ കീഴടക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയും. ഇത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. ഇത് കൃപയുടെ ഒരു വിസ്മയമാണ്. ബലഹീനരായിരിക്കുന്ന നമ്മെ ബലവാനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ഈ കൃപയുടെ വിസ്മയമായിട്ട് പൗലോസ് തന്നെ പറയുന്നത്, അതായത് ഗോഡ്സ് ഗ്രേസ് ഓഫർ ഹിസ് ജോയ് ഇൻ അഫ്ലിക്ഷൻസ്. അതായത് നമ്മുടെ കഷ്ടങ്ങളിൽ, പീഡനങ്ങളിൽ, വേദനകളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് പകരപ്പെടുമ്പോൾ അത് സന്തോഷമായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. പൗലോസിൻ്റെ കാരാഗ്രഹ ജീവിതത്തിൽ പൗലോസ് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിലെ 29 വാക്യങ്ങൾ പറയുകയാണ്, കഷ്ടത എൻ്റെ ജീവിതത്തിനൊരു വരമായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ഭക്തന് ദൈവകൃപ അവനിലേക്ക് പകരപ്പെടുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ, വേദനകളൊക്കെയും സന്തോഷമായിട്ട് മാറുകയാണ്. സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയുന്നു. മൂന്നാമതായിട്ട് ഗോഡ്സ് ഗ്രേസ് ഓഫർ ഹിസ് പ്രസൻസ് ഇൻ സഫറിങ്സ്. അതായത് നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവ സാന്നിധ്യം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ജീവിതത്തിലെ ഏതൊരവസ്ഥയിൽ ഡോക്ടർ F.W. ഗ്രീൻ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നത്, ദൈവം തൻ്റെ വലിമയോട് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നമുക്കറിയാം, തീച്ചുളയുടെ മധ്യത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്നതായ ദൈവം, സിംഹക്കുഴിയിൽ ദാനിയേലിൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്നതായ ദൈവം, നമ്മുടെയും കഷ്ടതയുടെ മധ്യത്തിൽ, നമ്മുടെ ബലഹീനതയുടെ മധ്യത്തിൽ തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്.
ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ കൃപയുടെ വിസ്മയം നമുക്ക് അനുഭവമായി തീരുവാനായിട്ട് കർത്താവ് നമുക്ക് വാഗ്ദത്തം തരികയാണ്. നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ആ കൃപ പ്രാപിപ്പാനായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്തില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കൃപയുടെ നാഥനായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ കൃപയുടെ ധാരാളിത്വം ഞങ്ങളിലേക്ക് പകർന്നു കൃപമേൽ കൃപ പ്രാപിച്ച് ഈ ലോക ജീവിതയാത്രയിൽ മുന്നേറുവാനായിട്ട് ഞങ്ങൾക്ക് തന്ന പദവിക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ബലഹീനരായി തീർന്ന നിമിഷങ്ങളുണ്ട്. നിൻ്റെ കൃപയെ അനുഭവിച്ചറിയുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ നിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വന്നു ഈ നോമ്പ് നാളുകളിൽ അധിക കൃപ പ്രാപിപ്പാൻ, കൃപമേൽ കൃപ പ്രാപിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണം പിതാവേ. Kata